അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 6ാം ക്ലാസ്സിലെ ഫിഖ്ഹുൽ ഇസ്ലാമിലെ 14ാമത്തെ ചാപ്റ്റർ. അഖുസിറത്തിസ് സ്വലാത്തു അം നസീത യാ റസൂലല്ലാഹ്. അങ്ങ് മറന്നതാണോ അല്ലെങ്കിൽ നിസ്കാരം ചുരുക്കപ്പെട്ടോ എന്നർത്ഥം വരുന്ന പാഠം. ഇതൊരു ഹദീസിന്റെ ഒരു ഭാഗമാണ് ഹെഡിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൽ പറയുന്നത് എപ്പോഴാണ് സഹ്വിന്റെ സുജൂദ് ചെയ്യേണ്ടത്, എപ്പോഴാണ് തിലാവത്തിന്റെ സുജൂദ്, അതുപോലെ തന്നെ എപ്പോഴാണ് ശുക്റിന്റെ സുജൂദ് ചെയ്യേണ്ടത്, അതിന്റെ നിബന്ധനകളൊക്കെയാണ്. ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മറവി സംഭവിച്ച, നിസ്കാരത്തിൽ മറവി സംഭവിച്ച ഒരു കാര്യമാണ് ആദ്യമായിട്ട് പറയുന്നത്. നോക്കൂ, വായിക്കാം. ഒരിക്കൽ അസർ നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 റക്അത്ത് കഴിഞ്ഞ് സലാം ചൊല്ലി. ദുല്ലദൈനി റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി ചോദിച്ചു, അങ്ങ് മറന്നതാണോ അല്ലെങ്കിൽ നിസ്കാരം ചുരുക്കപ്പെട്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ദുല്ലദൈനി റളിയല്ലാഹു അൻഹു പറയുന്നത് പോലെയാണോ കാര്യം? സ്വഹാബികൾ പറഞ്ഞു, അതെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂർത്തിയാക്കി നിസ്കരിക്കുകയും സഹ്വിന്റെ 2 സുജൂദ് നിർവഹിക്കുകയും ചെയ്തു. സലാം ചൊല്ലുന്നതിന് അല്പം മുമ്പാണ് സഹ്വിന്റെ സുജൂദ് ചെയ്യേണ്ടത്. സഹ്വിന്റെ സുജൂദ് മറവിന്റെ സുജൂദ്. നിസ്കാരത്തിലെ സുജൂദ് പോലെയാണത് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിലെ സുജൂദിന്റെ അവയവങ്ങൾ വെക്കേണ്ട അതേ അവയവം തന്നെയാണ് സഹ്വിന്റെ സുജൂദിന് വെക്കേണ്ടത്. അതുപോലെ തന്നെ ദിക്റുകളും അത് തന്നെയാണ്. സുജൂദിലെ ദിക്റുകൾ തന്നെയാണ് ചൊല്ലേണ്ടത്. എന്നാൽ ഇമാമും ഒറ്റക്ക് നിസ്കരിക്കുന്നവനും സഹ്വിന്റെ സുജൂദ് ചെയ്യാൻ തുടങ്ങുമ്പോൾ സുജൂദിനെ കരുതണം. അതായത് ഞാൻ സഹ്വിന്റെ സുജൂദ് ചെയ്യുന്നു എന്ന് കരുതണം. ആര്? ഇമാമും ഒറ്റക്ക് നിസ്കരിക്കുന്നവനും. മാമൂമ് കരുതേണ്ടതില്ല. കരുതിയില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാവും. അപ്പൊ സഹ്വിന്റെ സുജൂദ് ഞാൻ ചെയ്യുന്നു എന്ന് കരുതൽ നിർബന്ധമാണ് എന്നർത്ഥം. അബഅദ് സുന്നത്തുകളിൽ വല്ലതും ഒഴിവാക്കിയോ എന്ന് സംശയിക്കുകയോ ചെയ്യുക. ഇനി പറയുന്നത് സഹ്വിന്റെ സുജൂദ് സുന്നത്തായ രൂപങ്ങളാണ്, സുന്നത്താകുന്ന കാരണങ്ങൾ. അബഅദ് സുന്നത്തിന്ന് ഒഴിവാക്കിക്കണോ സംശയിച്ചാൽ പോലും സഹ്വിന്റെ സുജൂദ് സുന്നത്താണ്. ഖൗലിയായ ഫർളിനെയോ, ഖൗലിയായ ഫർള് പറഞ്ഞാൽ എന്താണ്? ചൊല്ലേണ്ട നിർബന്ധമായ കാര്യം. ഉദാഹരണം ഫാത്തിഹ പോലെ, അത്തഹിയ്യാത്ത് പോലെയുള്ള കാര്യങ്ങൾ. ഖൗലിയായ ഫർളിനെയോ അബഅദ് സുന്നത്തിനെയോ സൂറത്തിനെയോ ആസ്ഥാനത്ത് ഓതുക. ആസ്ഥാനത്ത് ഓതുക എന്ന് പറഞ്ഞാല് ഫാത്തിഹ ഓതേണ്ട നൃത്തത്തിലാണല്ലോ. ആ ഫാത്തിഹ എവിടെ ഓതുക? അത്തഹിയ്യാത്തിൽ ഓതുക. അതുപോലെ അബഅദ് സുന്നത്ത്, ഉദാഹരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുടുംബത്തിന് മേൽ അവസാനത്തെ തഹിയ്യാത്തിൽ ചൊല്ലൽ അബഅദ് സുന്നത്താണ്. അത് 1ാമത്തെ തഹിയ്യാത്തിൽ ചൊല്ലുക. അതുപോലെ 1ാമത്തെ 2ാമത്തെ റക്അത്തിലാണ് സൂറത്ത് ഓതേണ്ടത്. അത് 3ാമത്തെ 4ാമത്തെ റക്അത്തിലൊക്കെ സൂറത്ത് ഓതുക. ഇതാണ് മാറ്റി ഓതുക എന്ന് പറഞ്ഞാല്. മനഃപൂർവ്വം ചെയ്ത നിസ്കാരം ബാത്തിലാവുന്ന കാര്യങ്ങൾ മറന്ന് ചെയ്യാം. ഉദാഹരണമായി 4 റക്അത്തുള്ള ളുഹർ 5 റക്അത്ത്, 5ാമത്തെ റക്അത്ത് മറന്ന് നിസ്കരിച്ചു, 5 റക്അത്ത്. എന്നാ പിന്നെ സഹ്വിന്റെ സുജൂദ് ചെയ്യണം. അത് മനഃപൂർവ്വം ചെയ്താൽ ബാത്തിലാകും. 5 റക്അത്ത് ളുഹർ നിസ്കരിച്ചാല് മനഃപൂർവ്വമാണെങ്കിൽ നിസ്കാരം ബാത്തിലാകുന്നു, മറന്നിട്ട് നിസ്കാരം ബാത്തിലാവില്ല. അപ്പൊ അത് മറന്ന് നിസ്കരിച്ചതാണെങ്കിൽ സഹ്വിന്റെ സുജൂദ് ചെയ്യണം. റക്അത്തുകൾ കൂടുതലായോ എന്ന സംശയത്തോടെ നിസ്കരിക്കാം. 4 റക്അത്തുള്ള നിസ്കാരം ഞാനിപ്പോ 5ആണോ നിസ്കരിച്ച സംശയം എന്നീ കാര്യങ്ങൾ ഉണ്ടായാൽ സഹ്വിന്റെ സുജൂദ് സുന്നത്താണ്. സുജൂദിന്റെ മറ്റൊരു ഇനമാണ് തിലാവത്തിന്റെ സുജൂദ്. തിലാവത്തിന്റെ സുജൂദ് എന്നാൽ പാരായണത്തിന്റെ സുജൂദ്. ഖുർആൻ പാരായണം ചെയ്ത ഭാഗങ്ങൾ പാരായണം ചെയ്താൽ സുജൂദ് സുന്നത്താണ്. അതിന്റെ പേരാണ് തിലാവത്തിന്റെ സുജൂദ്. സജദയുടെ ആയത്തുകൾ പൂർണ്ണമായി ഓതുകയോ കേൾക്കുകയോ ചെയ്യുന്നവൻ. ഏതാണ് സജദന്റെ ആയത്ത്? സുജൂദ് ചെയ്യേണ്ട 14 സ്ഥലങ്ങളുണ്ട്. ആ ആയത്തുകൾ പൂർണ്ണമായി ഓതുകയോ കേൾക്കുകയോ ചെയ്യുന്നവൻ അത് സുന്നത്താണ്. അതൊരു സുജൂദ് മാത്രമാണ്. തിലാവത്തിന്റെ സുജൂദ് ഒന്നേ ഉള്ളൂ. സജദ വജ്ഹലില്ലദീ ഖലഖഹു വസവ്വറഹു വശക്ക സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന ദിക്റാണ് ഇതിൽ ചൊല്ലേണ്ടത്. നിസ്കാരത്തിലും ഈ സുജൂദ് സുന്നത്താണ്. ഏത്? തിലാവത്തിന്റെ സുജൂദ്. എന്നാൽ ഇമാമ് സുജൂദ് ചെയ്താൽ മാത്രമേ മഅ്മൂം ചെയ്യാൻ പാടുള്ളൂ. തിലാവത്തിന്റെ സുജൂദ് ഇമാം ചെയ്താൽ മാത്രമേ
മഅ്മൂം ചെയ്യാൻ പാടുള്ളൂ. ഇമാമ് ചെയ്യാതെ മഅ്മൂം ചെയ്താൽ അവന്റെ നിസ്കാരം ബാത്തിലാകുന്നതാണ്. റെക്കോർഡ് ചെയ്ത ഖിറാഅത്തിലെ സജദയുടെ ആയത്ത് കേട്ടാൽ സുജൂദ് ചെയ്യേണ്ടതില്ല. ഇത് റെക്കോർഡ്, ഉദാഹരണമായി മൊബൈലിലുള്ള ആയത്ത്, മൊബൈലിൽ ഒരാളുടെ സജദയുടെ ആയത്ത് ഓതുന്ന കേട്ടാൽ അവിടെ സുജൂദ് ചെയ്യൽ സുന്നത്തില്ല. നിസ്കാരത്തിന്റെ പുറത്ത് തിലാവത്തിന്റെ സുജൂദിന് 4 ഫർളുകളുണ്ട്. നിസ്കാരമല്ലെങ്കിൽ 4 ഫർളുകള്. 1 നിയ്യത്ത്, സുജൂദിന്റെ തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്നു എന്ന് കരുതണം, അതാ നിയ്യത്ത്. 2 തക്ബീറത്തുൽ ഇഹ്റാം, അല്ലാഹു അക്ബർ എന്ന തക്ബീറിലാം ചെയ്യാം. 2 ഒരു സുജൂദ്, 3-ാമത്തെ ഫർള് ഒരു സുജൂദ്, 4-ാമത്തെ ഫർള് സലാം എന്നിവയാണവ. നിയ്യത്ത് ഉച്ചരിക്കുക, തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയം ചുമലിന് നേരെ കൈ ഉയർത്തുക, കുനിയുന്നതിനും ഉയരുന്നതിനും തക്ബീർ ചൊല്ല, സലാമിന് വേണ്ടി ഇരിക്കുക, ദിക്ർ ചൊല്ല എന്നിവ അതിന്റെ സുന്നത്തുകളാണ്. നിസ്കാരത്തിൽ സജ്ദ തിലാവത്ത് ഒരു ഫർള് മാത്രമേ ഉള്ളൂ, അതൊരു സുജൂദാണ്. നിസ്കാരത്തിലാണ് തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്നതെങ്കിൽ ഒറ്റ ഫർള്, അതായത് സുജൂദ് മാത്രം, ഒരു സുജൂദ്. നിയ്യത്ത് വെക്കുക, കുനിയുന്നതിന് ഉയരുന്നതിനും തക്ബീർ ചൊല്ലുക, ദിക്ർ ചൊല്ലുക, ഇസ്തിറാഹത്തിന്റെ ഇരുത്തം ഇവ ഒഴിവാക്കുക. ഇസ്തിറാഹത്തിന്റെ ഇരുത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉദാഹരണമായി റക്അത്തിലെ 2 സുജൂദ് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഇരുന്ന് എണീക്കണം ഒരല്പസമയം, അതാണ് ഇസ്തിറാഹത്തിന്റെ ഇരുത്ത്. ഇസ്തിറാഹത്തിന്റെ ഇരുത്തം, ആ ഇരുത്തം ഇവിടെ ഒഴിവാക്കുക. സുജൂദിൽ നിന്ന് ഉയർന്ന് വീണ്ടും റുക്കൂ ചെയ്യുന്നതിന് മുമ്പ് ഖുർആനിൽ നിന്ന് വല്ലതും ഓതുക തുടങ്ങിയവ നിസ്കാരത്തിലെ സജ്ദ തിലാവയുടെ സുന്നത്തുകളാണ്. തിലാവത്തിന്റെ സുജൂദ് പോലെയാണ് ശുക്റിന്റെ സുജൂദും, നന്ദിയുടെ സുജൂദ് എന്ന് പറഞ്ഞാൽ എന്താ? തിലാവത്തിന്റെ സുജൂദ് ഒരു സുജൂദാണ് ചെയ്യേണ്ടത്, അതേപോലെ തന്നെയാണ് ശുക്റിന്റെ ഒരു സുജൂദ്. തിലാവത്തിന്റെ സുജൂദിന്റെ ഫർളുകളും ശുക്റിന്റെ സുജൂദിന് ബാധകമാണെന്നർത്ഥം. അപ്രതീക്ഷിതമായ അനുഗ്രഹം ഉണ്ടാകുമ്പോഴും അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുമ്പോഴും മുസീബത്തിലകപ്പെട്ടവനെ കാണുമ്പോഴും ഫാസിക്കുകളെ കാണുമ്പോഴും ഇത് സുന്നത്താണ്. ഫാസിക്കുകൾ എന്ന് പറഞ്ഞാൽ എന്താ? തമ്മാടികൾ, വലിയ ദോഷം ചെയ്യുന്ന ആൾക്കാർ. ഉദാഹരണമായി കള്ളു കുടിക്കുന്നവനെ കാണുമ്പോൾ ശുക്ർ സുന്നത്താണ്. നിസ്കാരത്തിൽ ശുക്റിന്റെ സുജൂദ് ചെയ്താൽ നിസ്കാരം ബാത്തിലാവും. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, ശുക്റിന്റെ സുജൂദ് നിസ്കാരത്തിൽ ചെയ്യാൻ പാടില്ല. തിലാവത്തിന്റെ സുജൂദ് നിസ്കാരത്തിലും ചെയ്യാം, നിസ്കാരത്തിന്റെ പുറത്തും ചെയ്യാം. കാരണങ്ങളുണ്ടായതിന് ശേഷം സമയം ദീർഘിച്ചാലും വേണ്ടെന്ന് വെച്ചാലും ഈ 2 സുജൂദും ചെയ്യാനുള്ള അവസരം ഇഷ്ടമാകും. ഏത് 2 സുജൂദ്? തിലാവത്തിന്റെ സുജൂദും ശുക്റിന്റെ സുജൂദും. ഇവ രണ്ടും ഖളാ വിട്ടാനും പറ്റൂല. ഇനി നമുക്ക് അടുത്ത തദ്രീബാത്ത് വായിക്കലാണ്. 1-ാമത്തെ ആക്ടിവിറ്റി നഖ്താറുൽ മുനാസബ, യോജിച്ച് തെരഞ്ഞെടുക്കാനാണ്. 1-ാമത്തത്, സഹവിന്റെ സുജൂദ് ചെയ്യാൻ തുടങ്ങുമ്പോൾ സുജൂദ് കരുതണം. ഒറ്റക്ക് നിസ്കരിക്കുന്നവൻ മഅ്മൂം മസ്ബൂഖ്, ശരി ഏതാണ്? ഒറ്റക്ക് നിസ്കരിക്കുന്നവൻ. 2-ാമത്തത്, സജദയുടെ ആയത്തുകൾ പൂർണ്ണമായി ഓതുകയോ കേൾക്കുകയോ ചെയ്താൽ സുന്നത്താണ്. എന്ത്? തിലാവത്തിന്റെ സുജൂദ്, ശുക്റിന്റെ സുജൂദ്, സഹ്വിന്റെ സുജൂദ്. ശരി ഉത്തരം ഏതാണ്? തിലാവത്തിന്റെ സുജൂദ്. 3-ാമത്തത്, സഹ്വിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. ആദ്യത്തെ തഹിയ്യാത്ത് ഒഴിവാക്കിയാല്, ഫാത്തിഹ ഒഴിവാക്കിയാല്, സൂറത്ത് ഒഴിവാക്കിയാൽ. ഇവിടെ അതാണ് ശരി ഉത്തരം, ആദ്യത്തെ തഹിയ്യാത്ത് ഒഴിവാക്കിയാൽ. 4-ാമത്തത്, നിസ്കാരത്തിന് പുറത്ത് തിലാവത്തിന്റെ സുജൂദിന്റെ ഫർളുകള് 3, 4, 2. ഏതാണ്? 4 ശരി. 5-ാമത്തത്, നിസ്കാരത്തിൽ ചെയ്ത നിസ്കാര ബാത്തിലാകും. സഹുവിന്റെ സുജൂദ്, ശുക്റിന്റെ സുജൂദ്, തിലാവത്തിന്റെ സുജൂദ്, ശുക്റിന്റെ സുജൂദാണ് ശരി. ഇനി 2-ാമത്തെ ആക്ടിവിറ്റി നുക്കമ്മിൽ പൂരിപ്പിക്കാനാണ്. 1, സജദ വജ്ഹില്ലദി ഖലഖഹു വസവ്വറഹു വശക്ക സംഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. 2, സലാം ചൊല്ലുന്നതിന്റെ അല്പം മുമ്പ് സഹുവിന്റെ സുജൂദ് ചെയ്യണം. 3-ാമത്തെ ആക്ടിവിറ്റി നുജീബ് ഉത്തരം എഴുതാൻ. 1-ാമത്തെ ചോദ്യം, ദുൽയദൈനി റളിയല്ലാഹു അൻഹു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു എന്ത്? ഉത്തരം, അങ്ങ് മറന്നതാണോ അല്ലെങ്കിൽ നിസ്കാരം ചുരുക്കപ്പെട്ടോ? 2-ാമത്തെ ചോദ്യം, സഹുവിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്താകും ആർക്ക്? ഉത്തരം, അബാദ് സുന്നത്തുകൾ വല്ലതും ഒഴിവാക്കിയോ എന്ന് സംശയിക്കുകയോ ചെയ്യാം. ഖൗലിയായ ഫർളിനെയോ അബാദ് സുന്നത്തിനെയോ സൂറത്തിനെയോ ആസ്ഥാനത്തോതുക. മനഃപൂർവ്വം ചെയ്ത നിസ്കാര ബാത്തിലാകുന്ന കാര്യങ്ങൾ മറന്നു ചെയ്യുക. റക്അത്തുകൾ കൂടുതലായോ എന്ന് സംശയത്തോടെ നിസ്കരിക്കുക. 3-ാമത്തെ ചോദ്യം,
ശുക്രിന്റെ സുജൂദ് സുന്നത്താണ് എപ്പോഴെല്ലാം അപ്രതീക്ഷിതമായ അനുഗ്രഹമുണ്ടാകുമ്പോഴും അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുമ്പോഴും മുസീബത്തിലകപ്പെട്ടവനെ കാണുമ്പോഴും ഫാസിക്കുകളെ കാണുമ്പോഴും. ഇനി അവസാനത്തെ ആക്ടിവിറ്റി തഖ്സീസാണ്. ഒന്ന്, നിസ്കാരത്തിലും അല്ലാത്തപ്പോഴുമുള്ള തിലാവത്തിന്റെ സുജൂദിന്റെ രൂപം ക്ലാസ്സിൽ വിശദീകരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നിസ്കാരത്തിലാകുമ്പോ നിസ്കാരത്തിൽ സജദ തിലാവക്ക് ഒരു ഫർള് മാത്രമേ ഉള്ളൂ. അതൊരു സുജൂദാണ്. നിയ്യത്ത് വെക്കുക, കുനിയുന്നതും ഉയരുന്നതും തക്ബീർ ചെല്ലുക, ദിക്ർ ചെല്ലുക, ഇസ്തിറാഹത്തിന്റെ ഇരുത്തം ഒഴിവാക്കുക, സുജൂദിൽ നിന്ന് ഉയർന്ന് വീണ്ടും റുക്കൂ ചെയ്യുന്നതിന് മുമ്പ് ഖുർആനിൽ നിന്ന് വല്ലതും ഓതുക തുടങ്ങി നിസ്കാരത്തിന്റെ സജദ തിലാവത്തിന്റെ സുന്നത്താണ്. ഇനി അല്ലാത്തപ്പോഴോ നിസ്കാരത്തിന്റെ പുറത്ത് തിലാവത്തിന്റെ സുജൂദ് 4 ഫർളുകളുണ്ട്. നിയ്യത്ത്, തക്ബീറത്തുൽ ഇഹ്റാം, ഒരു സുജൂദ്, സലാം എന്നിവയാണവ. നിയ്യത്ത് ഉച്ചരിക്കുക, തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയം ചുമലിന് നേരെ കൈയുയർത്തുക, കുനിയുന്നതിനും ഉയരുന്നതിനും തക്ബീർ ചൊല്ലുക, സലാമിന് വേണ്ടി ഇരിക്കുക, ദിക്ർ ചൊല്ലുക എന്നിവ അതിന്റെ സുന്നത്തുകളാണ്. അള്ളാഹു സ്വീകരിക്കപ്പെടുന്ന രൂപത്തിൽ നിസ്കരിക്കാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.